അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. ദിക്ർ കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മുടെ നാവിലും നമ്മുടെ ഹൃദയത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉരുവിടുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എന്നെ നിങ്ങൾ ഓർക്കുക, ഫദ്കുറൂനി എന്നെ നിങ്ങൾ ഓർക്കുക, അദ്കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെ ഞാനും ഓർക്കും, വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമാണ്. മറ്റൊരായത്തിൽ കാണാം, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അധികമായി അള്ളാഹുവിനെ ഓർക്കുക, നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. മറ്റൊരായത്തിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ദിക്റ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശൂലാക്കി കഴിഞ്ഞാൽ, ദിക്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് നൽകുന്ന 5 നേട്ടങ്ങളുണ്ട്. അള്ളാഹു അത് ലഭിച്ച ആളുകളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന്, റിളല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനാണ്. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹവും അഭിലാഷവും അതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യേണ്ടത്. അത് കിട്ടണമെങ്കിൽ അള്ളാഹിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അവൻ്റെ ദിക്റുകൾ നാവിലുണ്ടാവുക, അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നാൽ അവന് കിട്ടുന്ന 5 നേട്ടങ്ങളിൽ ഒന്നാമത്തത് റിളല്ലാഹ്, അള്ളാഹിൻ്റെ തൃപ്തി അവനിക്ക് ലഭിക്കും. ആ തൃപ്തി ഓനിക്ക് ലഭിച്ചാൽ ജനങ്ങൾ ഓനെ തൊട്ട് തൃപ്തന്മാരാവും, ഓനെ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. മാത്രമല്ല, രണ്ടാമത് ദിക്റുള്ള ആളുകൾക്ക് കിട്ടുന്ന, ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം അയ്യസീദ ഫി ഹിർസി അല ത്വാഅത്ത്, അവൻ്റെ ആരാധനകളിൽ അവനിക്ക് താല്പര്യം വരാൻ തുടങ്ങും. നമുക്കൊക്കെ ഉള്ള പ്രശ്നം അതാ, നിസ്കരിക്കാൻ തോന്നില്ല, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് മടിയാ. എന്താ കാരണം? നമ്മുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളൊക്കെ കല്ല് പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദിക്റിലായി ശുഗലായാൽ അവൻ്റെ ഹൃദയം എന്താകും? അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൻ്റെ ആരാധനകളിൽ വല്ലാത്ത താല്പര്യം അവനിക്കുണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? ഹിർസും മിനശ് ശൈത്വാൻ, ശൈത്വാനിൽ നിന്നുള്ള രക്ഷ എനിക്ക് അള്ളാഹു നൽകുന്ന, ഹിർസും മിനശ് ശൈത്വാൻ, ശൈത്വാനിൽ നിന്നുള്ള രക്ഷ എനിക്ക് അള്ളാഹു നൽകുന്നതാണ്. നാലാമത്തത് റിഖത്തുൽ ഖൽബി, ഹൃദയം മയപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹൃദയമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ച് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. യാ അയ്യുഹന്നാസു ഇർതഉ ഫീ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോപ്പിൽ മേയാൻ വേണ്ടി ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, എന്താണ് ഈ റിയാദുൽ ജന്ന? സ്വർഗ്ഗത്തോപ്പ് ഏതാണ് എന്ന് ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല മജാലിസു ദിക്ർ, അത് ദിക്റിന്റെ മജ്ലിസുകളാണ്. മൻ അക്തറ ദിക്റല്ലാഹി അഹബ്ബഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിക്ർ അധികരിപ്പിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മൂന്നാമത്തെ നേട്ടം നമ്മൾ പറഞ്ഞത് ഹിർസും മിനശ് ശൈത്വാൻ, ശൈത്വാൻ അവനെ അടങ്ങാറാക്കാൻ വരൂല. നാലാമത്തതോ റിഖത്തുൽ ഖൽബി, അവൻ്റെ ഹൃദയം മയപ്പെടുത്തി കൊടുക്കും അള്ളാഹു. അഞ്ചാമത്തതോ അയ്യംനഅഹു മിനൽ മഅസി, പാപങ്ങളെ തൊട്ടുള്ളൊരു വിലങ്ങല്, തെറ്റിലേക്ക് നമ്മൾ പോകൂല, തെറ്റുകാരായിട്ട് നമ്മൾ ജീവിക്കൂല. തെറ്റിൽ നിന്നൊരു മോചനം, ഒരു സംരക്ഷണ വലയം അള്ളാഹു നമുക്ക് ഒരുക്കി തരും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഹൃദയം മയപ്പെടാൻ, അതുപോലെ തന്നെ
പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ, ആരാധനകളിൽ താല്പര്യമുണ്ടാകാൻ, ശൈത്വാനിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ഈ 5 നേട്ടങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിക്ർ കൊണ്ട് അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം നന്നാക്കി റബ്ബിലേക്ക് അടുക്കാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ആ റബ്ബിൻ്റെ നിഅമത്തുകൾ അള്ളാഹു വാരിക്കോരി നമുക്ക് തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾ ആവോളം നമ്മൾ മുതലെടുക്കുന്നുമുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ഔദാര്യവാനായ റബ്ബിൻ്റെ എല്ലാ നിഅമത്തുകളും ഇനിയും ലഭിക്കാനും, നാളെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവൻ്റെ റഹ്മത്ത് ലഭിക്കുവാനും ഈ ദിക്ർ കാരണമാകും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.